പരീക്ഷകളെല്ലാം പൂർത്തിയായി വേനലവധിയായി. സ്കൂളുകൾ അടച്ച് കുട്ടികളെല്ലാം വീട്ടിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അവധിക്കാലം ഒരു പെട്ടിക്കടയിട്ട് കച്ചവടം നടത്തുകയാണ് പന്തളം ചേരിക്കലിലെ കുറച്ച് കുട്ടികൾ. അവരുടെ വിശേഷങ്ങളാണ് ഇനി. വേനലവധി എത്തിയാൽ കളിക്കളവും നാടും കീഴടക്കുന്ന കുട്ടിപ്പട്ടാളത്തിന് കാൽപന്ത് കളിക്ക് ജേഴ്സി വാങ്ങാൻ പണം വേണം. കടുത്ത വേനലല്ലേ, മറ്റൊന്നും ചിന്തിച്ചില്ല. നല്ല ഉഗ്രൻ സർബത്തും സോഡ നാരങ്ങയും കിട്ടുന്ന പെട്ടിക്കട തുടങ്ങി. ഒരു നാടും നാട്ടുകാരുമെല്ലാം അവർക്കൊപ്പം നിന്നു. കത്തുന്ന വെയിലാണ്. ഉച്ചയ്ക്കൊന്നും പുറത്തിറങ്ങാനേ പറ്റില്ല. വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരെ പറ്റില്ല. സ്കൂളിൽ പോകണ്ടല്ലോ, എങ്കിൽ പിന്നെ ഒരു കടയിട്ടേക്കാം. പൊരിവെയിലത്ത് ഉറപ്പായും സർബത്തും നാരങ്ങ വെള്ളവും കച്ചവടമാകും. ഇത് ആദ്യമേ ഞാനും അവനും കൂടെ ചുമ്മാ ഒന്ന് പറഞ്ഞ് നമുക്ക് ഏറുമാടം ഉണ്ടാക്കാമെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞ രീതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞു നമുക്ക് കട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അവിടെ ഒരു കട ഉണ്ടാക്കി. പിന്നെ ഇവിടെ കൊയ്ത്തുത്സവമായപ്പം ഇവിടെ എല്ലാവരും സാധനം മേടിക്കുക, എല്ലാവരും വരും. എല്ലാവരും കണ്ടത്തിലൊക്കെ ജോലി ചെയ്ത് താഴ്ചയൊക്കെ ആയിരിക്കും വരും. അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കച്ചവടമൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. വിൽക്കുന്നത് സർബത്ത്, ജ്യൂസ്, നാരങ്ങ വെള്ളം, ഉപ്പിലിട്ടത്, ലേസ്, ജ്യൂസ്, സോഡ ജ്യൂസ്. കേട്ടറിഞ്ഞ് സ്കൂളിലെ അധ്യാപകരും ഇവിടേക്കെത്തി. സർബത്ത് ശരീരം തണുപ്പിച്ചെങ്കിൽ കുട്ടികളും അവരുടെ കച്ചവടവും മനസ്സും തണുപ്പിച്ചു. അവരുടെ കടയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ക്യാൻവാസിങ്ങിനായിട്ട് ഇറങ്ങിയപ്പം ഇത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചതല്ലേ, അതുകൊണ്ട് ആ കഴിവ് എന്തായാലും കാണിക്കും. വെക്കേഷൻ സമയത്ത് വേറെ കാര്യങ്ങളിലേക്കൊന്നും തിരിഞ്ഞു പോകാതെ നല്ലൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ഒരു മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ്. മറ്റു കുഞ്ഞുങ്ങൾക്ക് അനുകരിക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. അധ്യാപകർ കൂടി കട തിരക്കി എത്തിയത് ഇരട്ടി ആവേശമായി. ടീച്ചർമാരൊക്കെ വന്നല്ലോ, ടീച്ചർമാര് വരുമെന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ? ആദിത്യൻ, ശ്രീഹരി, ദേവപ്രയാഗ്, ആദിശ്രീ, റൂത്ത്, ശ്രീകുട്ടൻ 6 പേരും ചേർന്ന് തുടങ്ങിയ സംരംഭത്തിന് ലഭിക്കുന്നത് വൻ സ്വീകാര്യത. കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും കൂടുതൽ കൂട്ടുകാർ ഒപ്പമെത്തി. കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ നാട്ടുകാരും. ഈ പ്രായത്തിൽ പിള്ളേർക്ക് തോന്നാത്ത ഒരു സംരംഭമാണ് പിള്ളേർ എടുത്തത്. അതിന് ഞങ്ങൾക്കുള്ള സന്തോഷമുണ്ട്, സപ്പോർട്ടും ഉണ്ട് അവർക്ക്. പിന്നെ ഇവിടെ ഞങ്ങൾ കൊയ്ത്ത് ഉത്സവം തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ ജലം തരാനും ഒക്കെ ഒരു മാർഗവുമായി. ഇത് നല്ല അന്തരീക്ഷമാണ് ഇവിടെ. ഞങ്ങൾക്ക് എപ്പോഴും നല്ല തണുപ്പും കാറ്റും അതുപോലെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ, അതിൻ്റെ കൂടെ ഈ തണുത്ത വെള്ളം കുടിക്കാനൊക്കെ ഒരു സന്തോഷം കാര്യങ്ങളും പിള്ളേർ നല്ല ഇതാണ്. ഞങ്ങളുടെ കൊച്ചു പിള്ളേരാണ്, കുഞ്ഞുങ്ങളാണ്. വീടെല്ലാം ഇവിടെ അടുത്ത് തന്നെ, അതിലെങ്ങും പോകാതെ ഈ പ്രവൃത്തി ഞങ്ങൾക്ക് എന്ത് സന്തോഷം. എങ്കിൽ പിന്നെ വേനലവധി ഇങ്ങനെയാകട്ടെ എന്ന് വീട്ടുകാരും. കച്ചവടം പൊടി പൊടിക്കുന്നത് കൊണ്ട് ഫുട്ബോൾ ജേഴ്സിയും ഉറപ്പാണ്. വിഷു ദിവസം അടൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രജി കണ്ണനായിരുന്നു കട ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.